An 18-year-old girl in Uttar Pradesh's Jalon district was allegedly sexually abused by her father for more than 4 years. ഏതൊരു പെൺകുട്ടിക്കും ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അവളുടെ സ്വന്തം വീടാണ്. ആ വീടിനുള്ളിൽ അവളെ സംരക്ഷിക്കാൻ ഒരാളുണ്ടാകും, അവളുടെ സ്വന്തം അച്ഛൻ. പക്ഷെ അതേ അച്ഛൻ തന്നെ ഒരു രാക്ഷസനായി മാറി തന്റെ സ്വന്തം മകളുടെ പിന്നാലെ വന്നാലോ? 4 വർഷങ്ങളോളം ആ പെൺകുട്ടി അനുഭവിച്ച വേദന ഇന്ന് പോലും അവളെ നരകത്തിൽ ജീവിക്കുന്നത് പോലെയാണ് അനുഭവിപ്പിക്കുന്നത്. ഒരു പെൺകുട്ടി വളരെ ഭീതിയോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തുന്നു. അവൾ തന്റെ അച്ഛൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പോലീസിനോട് പറയുന്നു. ആദ്യം ആരും അവളുടെ വാക്കുകൾ വിശ്വസിച്ചില്ല. പിന്നീട് അവൾ തന്റെ ഫോൺ പുറത്തെടുത്തു, ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കാണിച്ചു കൊടുത്തു. ആ വീഡിയോ കണ്ട ഇൻസ്പെക്ടർ പോലും ലജ്ജയിൽ തല കുനിച്ചുപോയി. ഇങ്ങനെ ഒരു അച്ഛൻ സ്വന്തം മകളോട് ചെയ്യുമോ എന്ന ആശ്ചര്യത്തിലായിരുന്നു അവരെല്ലാം പകച്ചു നിന്നുപോയത്. ഇത് ഉത്തർപ്രദേശിലെ ജാലോൺ ജില്ലയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളും മറ്റു വിവരങ്ങളും ലിങ്കുകളും എല്ലാം ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. വിശ്വാസമില്ലാത്തവർക്ക് ഇപ്പോൾ തന്നെ പരിശോധിക്കാം. ഉത്തർപ്രദേശിലെ ജാലോൺ ജില്ലയിൽ താമസിച്ചിരുന്ന 18 വയസ്സുള്ളൊരു പെൺകുട്ടി 4 വർഷത്തിലേറെയായി സ്വന്തം അച്ഛനാൽ പീഡിപ്പിക്കപ്പെട്ടു. അമ്മ വിശ്വസിക്കാത്തതിനാൽ സത്യം തെളിയിക്കാൻ അവൾ തന്റെ സുഹൃത്തിനോട് വീഡിയോ ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടു. 2012 ജാലോൺ ജില്ലയിൽ അമ്മ, അച്ഛൻ, സഹോദരൻ എന്നിവരോടൊപ്പം താമസിച്ചിരുന്ന ഈ പെൺകുട്ടി നഴ്സിംഗ് പഠിക്കുകയായിരുന്നു. അവളുടെ സ്വപ്നം പഠനം പൂർത്തിയാക്കി നല്ലൊരു ജോലിയിൽ കയറി കുടുംബത്തിന് അഭിമാനവും സന്തോഷവും നൽകുകയായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവൾ പൂർണ്ണമായും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. പക്ഷേ അവൾക്കറിയില്ലായിരുന്നു, ഒരു ദിവസം അവളുടെ സ്വന്തം അച്ഛൻ തന്നെ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറും എന്ന്. വീടിനേക്കാൾ പുറത്തുള്ള സമൂഹം സുരക്ഷിതമാകുമെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല. 4 വർഷങ്ങൾക്ക് മുൻപ് അവൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അവളുടെ സ്വന്തം അച്ഛൻ അവളെ തെറ്റായ രീതിയിൽ നോക്കി തുടങ്ങിയത്. പിന്നീട് അത് കൂടുതൽ മോശമായ പ്രവൃത്തികളിലേക്ക് നീങ്ങി. ഒരു മകൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയില്ല, ജനിപ്പിച്ചു വളർത്തിയ സ്വന്തം അച്ഛൻ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന്. ഇതായിരുന്നു ആ പെൺകുട്ടിയുടെയും ഒരു മാനസികാവസ്ഥ. ആദ്യം അവൾക്കൊന്നും മനസ്സിലായില്ല. അച്ഛൻ ആവർത്തിച്ച് ചില സൂചനകൾ നൽകി. അയാളുടെ നോട്ടവും പെരുമാറ്റവും വഴി മനസ്സിൽ എന്താണ് എന്ന് മകളെ അറിയിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ വളരെ നിരപരാധിയായിരുന്നു. തനിക്ക് ആ സമയത്ത് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. അതിനാൽ ഈ സൂചനകളൊന്നും അവൾക്ക് മനസ്സിലായില്ല. ഒരു ദിവസം അച്ഛൻ ബൈക്കുമായി വീട്ടിലെത്തി. അയാൾ പറഞ്ഞു, എൻ്റെ മകളെ ഞാൻ പെൺകുട്ടിയായല്ല, എൻ്റെ മകനെ പോലെയാണ് വളർത്തുന്നത്. ഇത് കേട്ട് നിന്ന് അമ്മ ചിരിച്ചു. അച്ഛൻ പിന്നെയും പറഞ്ഞു, നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കാമെന്ന്. അവൾക്ക് സന്തോഷമായി. അവൾ അച്ഛൻ്റെ വാക്ക് കേട്ടു. അവളുടെ ജീവിതത്തിൽ ആദ്യമായി എന്തോ തെറ്റായ കാര്യം നടക്കാൻ പോകുന്ന ദിവസം അന്നായിരുന്നു. എന്നാൽ അതാരും അറിഞ്ഞിരുന്നില്ല. അവൾ ബൈക്കിലിരുന്നു, പിന്നിൽ അച്ഛൻ ഇരുന്നു. ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കുന്നു എന്നും പറഞ്ഞ് അവളെ വീട്ടിൽ നിന്നും കുറച്ചു ദൂരത്തുള്ള ഒരൊറ്റപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ആർക്കും കാണാനാകാത്ത ആളൊഴിഞ്ഞ പ്രദേശം. ഇവയെല്ലാം പെൺകുട്ടി നൽകിയ FIRലും പിന്നീട് നൽകിയ അഭിമുഖങ്ങളിലും വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. मेरे पिताजी 4 वर्षों से लगातार मैं अपनी बात हमेशा बताने की कोशिश करती थी घर वालों को, बट यकीन नहीं होता था क्योंकि मेरे पास कोई प्रूफ नहीं था इसलिए. लेकिन मैंने लास्ट टाइम अपने लिए प्रूफ कलेक्ट किया, तब मैं उनके बारे में ये सारी बातें खोल पाई. അവിടെ എത്തുമ്പോൾ അച്ഛൻ അവളോട് ബൈക്കിൽ നിന്നും ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. അവൾ അത് കേട്ടു. എന്നാൽ ആദ്യം അവൾക്ക് എന്തോ ഒരു സംശയം തോന്നി. എന്തെങ്കിലും തെറ്റായ കാര്യം സംഭവിക്കുമോ എന്നൊരു ഭയം അവളുടെ മനസ്സിൽ ഉയർന്നു വന്നു. പക്ഷേ അച്ഛൻ തന്നെയല്ലേ മുന്നിൽ നിൽക്കുന്നത്, അദ്ദേഹം തന്നോട് എന്ത് ചെയ്യാനാണ് എന്ന് വിചാരിച്ച് അവൾ വീണ്ടും അച്ഛൻ്റെ വാക്കനുസരിച്ചു. അവൾ ബൈക്കിൽ നിന്നും ഇറങ്ങി കുറച്ചകലെ ചുറ്റും കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒറ്റപ്പെട്ട ഭാഗത്തേക്ക് അവൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ചാണ് ആദ്യമായി അവൾക്ക് നേരെ അതിക്രമം നടന്നത്. പെട്ടെന്ന് അവൾ കരഞ്ഞു തുടങ്ങി, വേദനയിൽ തളർന്നുപോയി. പക്ഷെ ആ വളർത്തി വലുതാക്കിയ അച്ഛൻ സ്വന്തം മകളെ ഭീഷണിപ്പെടുത്തി. ഇതിനെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഫലം മുഴുവൻ കുടുംബവും അനുഭവിക്കേണ്ടി വരുമെന്ന്. ഇത് കാരണം അവൾ ഭയപ്പെട്ടു. അവൾ എല്ലാം സഹിച്ചു. ഇത് ആദ്യത്തെ കാര്യമായിരുന്നു. സ്വന്തം അച്ഛൻ്റെ കൈകളാൽ വേദന അനുഭവിച്ച ആദ്യ നിമിഷം. ദീർഘനേരം അവൾ വേദനയിലൂടെ നിന്നു. പിന്നീട് അവർ വീട്ടിലേക്ക് പോയി. ഇതിനൊക്കെ മുൻപ് അവൾ വീട്ടിലെപ്പോഴും ചിരിച്ചും കളിച്ചും നടക്കുന്ന സന്തോഷമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. മുൻപ് എല്ലാവരോടും തമാശകൾ പറഞ്ഞ് ചിരിക്കുന്ന, സ്വന്തം ജീവിതം സന്തോഷത്തോടുകൂടി ആസ്വദിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു.
പക്ഷേ ഈ സംഭവത്തിന് ശേഷം എല്ലാം മാറി. ഇപ്പോൾ വീട്ടിലേക്ക് തിരികെ എത്തിയാൽ പോലും അവൾക്ക് ഭയം തോന്നാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഇങ്ങനെ കുറെ മാസങ്ങൾ കൂടി കടന്നുപോയി. ഈ സമയത്ത് അച്ഛൻ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഒരു തരത്തിലുള്ള സൂചന പോലും ഇല്ല. കാലം കുറച്ച് കടന്നതിന് ശേഷം വീട്ടിൽ ആരുമില്ലാത്തൊരു ദിവസം വീണ്ടും അതേ സംഭവം ആവർത്തിച്ചു. ഇത് 1-2 ദിവസമല്ല, 4 വർഷം മുഴുവനും വീണ്ടും വീണ്ടും തുടർന്നു. അവൾ സ്വന്തം അച്ഛനിൽ നിന്ന് തന്നെ പീഡനം സഹിച്ചു. ഒരു ദിവസം അവൾ തീരുമാനിച്ചു, ഇനി ഞാൻ ഒരിക്കലും സഹിക്കില്ല, സഹിക്കാനാകില്ല. ഏതൊരു പെൺകുട്ടിക്കും ഏറ്റവും അടുത്ത ആൾ അത് അവളുടെ സ്വന്തം അമ്മയാണ്. അതുകൊണ്ട് അവൾ ധൈര്യമെല്ലാം സമാഹരിച്ച് അമ്മയോടെല്ലാം തുറന്നു പറഞ്ഞു, അമ്മേ, അച്ഛൻ എന്നോട് ഇങ്ങനെയെല്ലാം ചെയ്തുവെന്ന്. പക്ഷെ അമ്മ മറുപടി പറഞ്ഞത്, മിണ്ടാതിരിക്കുന്നേ, അങ്ങനെയൊന്നും അച്ഛൻ കാണിക്കില്ല, എന്തിനാണ് നീ സ്വന്തം അച്ഛൻ്റെ പേര് കളങ്കപ്പെടുത്തുന്നത് എന്ന്. എന്നാൽ ആ പെൺകുട്ടി വീണ്ടും വീണ്ടും തൻ്റെ ദയനീയ അവസ്ഥ പറഞ്ഞ് ആ അമ്മയെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു, ഇത് സത്യമാണ് അമ്മയെന്ന്. പക്ഷെ അമ്മ അവളുടെ വാക്കുകൾ കേട്ടില്ല. അവളെ മിണ്ടാതിരിക്കാൻ നിർബന്ധിപ്പിച്ചു. മധ്യവർഗ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് തന്നെ വളരെ ലജ്ജയായി കാണപ്പെടുന്നു. അങ്ങനെ ആ വിഷയം വീണ്ടും വീണ്ടും അടഞ്ഞുപോയി. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ആ സമയത്തെല്ലാം അവൾ ഉള്ളിൽ കരയുകയായിരുന്നു. മനസ്സൊക്കെ പൂർണ്ണമായും തകർന്നു. വീണ്ടും ഒരു രാത്രി അച്ഛൻ അവളുടെ അടുത്തെത്തി. വീണ്ടും അതേ പീഡനം. അടുത്ത ദിവസം രാവിലെ അവൾ തീരുമാനിച്ചു, അമ്മ കേട്ടില്ലെങ്കിൽ എന്താ, ചേട്ടനുണ്ടല്ലോ, ചേട്ടനോട് പറയാമെന്ന്. അങ്ങനെ സഹോദരനോട് പറഞ്ഞു, ചേട്ടാ, നമ്മുടെ അച്ഛൻ വർഷങ്ങളായി എന്നോടിങ്ങനെ ചെയ്യുന്നു എന്ന്. പക്ഷേ സഹോദരനും അവളുടെ വാക്കുകൾ വിശ്വസിച്ചില്ല. അച്ഛൻ്റെ പക്ഷം പിടിച്ച് സംസാരിച്ചു. മിണ്ടാതിരിക്കുന്നേ, എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമോ? ഇങ്ങനെ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും നടന്നുപോയി. ഇപ്പോൾ ആ പെൺകുട്ടി ഉള്ളിൽ പൂർണ്ണമായും തകർന്നുപോയി. അങ്ങനെ പീഡനം നടന്ന് 4 വർഷം കഴിഞ്ഞു. നഴ്സിംഗ് പഠനം തുടരുകയാണ്. വളർന്ന് വലിയ കുട്ടിയായി. ഇനി ഇതെല്ലാം നിർത്തേണ്ടത് താനാണെന്ന് അവൾക്ക് മനസ്സിലായി. കുടുംബത്തിൽ നിന്ന് ഒരാളും സഹായിക്കാത്തപ്പോൾ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു അയൽവാസിയായ സുഹൃത്തുണ്ട്. ഒരു ദിവസം ആ അയൽവാസിയായ പെൺസുഹൃത്ത് അവളോട് ചോദിച്ചു, നീ ഇപ്പോൾ പുറത്തേക്കൊന്നും വരാറില്ലല്ലോ, കോളേജിലും പോകുന്നില്ല, പഠനത്തിലും ശ്രദ്ധിക്കുന്നില്ല, എന്താണ് സംഭവിച്ചത് എന്ന്. ഇപ്പോൾ ആ പെൺകുട്ടി തകർന്ന ഹൃദയത്തോടുകൂടി കരഞ്ഞുകൊണ്ട് കഴിഞ്ഞ 4 വർഷമായി താൻ അനുഭവിച്ച എല്ലാം തുറന്നു പറഞ്ഞു. ആ സുഹൃത്ത് ഇപ്പോൾ ഇവളുടെ കൂടെ നിൽക്കാൻ ധൈര്യം കാണിച്ചു. അവളെ ഒറ്റയ്ക്ക് വിടാതെ പിന്തുണ കാണിച്ചു. ഇരുവരും ചേർന്ന് ഒരു പ്ലാൻ തയ്യാറാക്കി. ആ പ്ലാനാണ് പിന്നീട് അച്ഛൻ്റെ ഇരുണ്ട രഹസ്യം പുറത്തു കൊണ്ടുവന്നത്. ഈ പെൺകുട്ടി സുഹൃത്തിനോട് പറഞ്ഞു, അടുത്ത തവണ ഇത് സംഭവിക്കുമ്പോൾ ഞാൻ മുൻപേ നിന്നെ അറിയിക്കും, അപ്പോൾ നീ ഈ സംഭവമൊക്കെ റെക്കോർഡ് ചെയ്യണമെന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചു. വീണ്ടും ഒരു ദിവസം അച്ഛൻ അതിക്രമിക്കാൻ എത്തിയപ്പോൾ വീടിൻ്റെ മറ്റേ വശത്ത് ജനാലയ്ക്ക് സമീപം നിൽക്കുകയായിരുന്നു സുഹൃത്ത്. ഒരു ഫോണിലൂടെ എല്ലാം രഹസ്യമായി വീഡിയോ ആയി തന്നെ പകർത്തി. അച്ഛൻ ഇതൊന്നും അറിഞ്ഞില്ല. ഇപ്പോൾ അവളുടെ കയ്യിൽ ഒരു തെളിവുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ധൈര്യം ലഭിച്ചു. വീണ്ടും അവൾ കുടുംബത്തോട് സംസാരിച്ചു. പക്ഷേ അമ്മയും സഹോദരനും വീണ്ടും അവളുടെ വാക്ക് കേട്ടില്ല. അവസാനം അവൾ തെളിവുമായി പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയ ശേഷം അവൾ ധൈര്യത്തോടെ മുഴുവൻ സംഭവം പോലീസിനോട് പറഞ്ഞു. ആദ്യം പോലീസ് ഉദ്യോഗസ്ഥരും ഞെട്ടിപ്പോയി. ഒരച്ഛൻ സ്വന്തം മകളോട് ഇങ്ങനെ ചെയ്യുമോ? അവർക്കൊന്നും ഇത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ആ പെൺകുട്ടി ഫോൺ പുറത്തെടുത്തു. താനും അച്ഛനുമുള്ള വീഡിയോ ക്ലിപ്പ് മുന്നിൽ വെച്ചു. ഈ തെളിവ് കണ്ടപ്പോൾ പോലീസ് തന്നെ ഞെട്ടിപ്പോയി. ഉടൻ തന്നെ പോലീസുകാർ വാഹനത്തിൽ കയറി ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയതും പോലീസുകാർ അച്ഛനോട് പറഞ്ഞു, നിങ്ങളുടെ മകൾ ഒരു പരാതി നൽകിയിട്ടുണ്ട്, അത് വളരെ ഗുരുതരമായ വിഷയമാണ് എന്ന്. എന്നാൽ അച്ഛൻ ഇത് കേട്ട് ചിരിച്ചു. കാരണം അയാൾ കരുതിയത് തെളിവൊന്നും ആരുടെയും കയ്യിലില്ല, സമൂഹമൊന്നും വിശ്വസിക്കില്ല, സ്വന്തം കുടുംബം പോലും വിശ്വസിക്കില്ല, താൻ രക്ഷപ്പെട്ടു എന്ന്. പക്ഷേ പോലീസ് ആ വീഡിയോ തെളിവ് മുന്നിൽ വെച്ച നിമിഷം അയാൾ പൂർണ്ണമായും നിശബ്ദനായി. അതിനുശേഷമാണ് പെൺകുട്ടിയുടെ അഭിമുഖം പുറത്തു വന്നത്. പെൺകുട്ടിയുടെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു കഥ നമ്മെ പഠിപ്പിക്കുന്നത് വളരെ ശക്തമായ സത്യമാണ്. അന്യായം എത്ര കാലം ഒളിപ്പിച്ചാലും അതൊരു ദിവസം പുറത്തു വരും. ഭയം കൊണ്ടോ ലജ്ജ കൊണ്ടോ മിണ്ടാതിരിക്കുന്നത് ഒരിക്കലും പ്രശ്നം തീർക്കില്ല. അത് കൂടുതൽ വേദന മാത്രമേ നൽകുകയുള്ളൂ. ശബ്ദം ഉയർത്താൻ ധൈര്യം കാണിക്കുമ്പോഴാണ് മാറ്റങ്ങൾ തുടങ്ങുന്നത്. പീഡിതരെയൊക്കെ കുറ്റപ്പെടുത്താതെ അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കാനും പിന്തുണയ്ക്കാനും സമൂഹം തയ്യാറാകണം. ബന്ധങ്ങളുടെ പേരിൽ തെറ്റുകൾ ഒരിക്കലും മറയ്ക്കാൻ പാടില്ല. ശരിയായ പിന്തുണയും ഉറച്ച മനസ്സും ഉണ്ടെങ്കിൽ നീതി നേടാൻ കഴിയും. അതാണ് ഈ കഥയുടെ യഥാർത്ഥ പാഠം. ആ പെൺകുട്ടിയെ സ്വന്തം അച്ഛൻ, സഹോദരൻ ആരും തന്നെ വിശ്വസിച്ചില്ല.
സ്വന്തം മകൾ എന്തിന് വെറുതെ കള്ളം പറയണം എന്നുപോലും അമ്മയ്ക്ക് ഒരു നിമിഷം ചിന്തിക്കാൻ തോന്നിയില്ല. അത്രയേറെ ഭർത്താവിലൊരു വിശ്വാസമായിരുന്നു അമ്മയ്ക്ക്. പക്ഷെ സ്വന്തം മകളോടൊരു തരി വിശ്വാസം പോലും ഇല്ലായിരുന്നു. പക്ഷേ അവളെ വിശ്വസിച്ച് അവളുടെ കൂടെ നിന്നത് അവളുടെ സുഹൃത്ത് മാത്രം. ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും നമുക്ക് തുണയായി നിൽക്കുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ തന്നെയായിരിക്കും നമുക്ക് വേദനയും നൽകുന്നത്. ഈ കഥയിൽ അത് നൽകിയത് അവളുടെ സ്വന്തം അച്ഛനാണ്. ഒരിക്കലും ആർക്കും ഈ സംഭവം വിശ്വസിക്കാനേ കഴിയില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വിശ്വസിക്കുന്നത് വളരെ നിസ്സാരമായി തന്നെ മാറും. കാരണം നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ അങ്ങനെയാണ്. എത്ര സംഭവങ്ങൾ നമുക്ക് എണ്ണി പറയാൻ സാധിക്കും. നമ്മുടെ ചാനൽ തന്നെ ഒരുപാടുണ്ട്. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള അച്ഛൻ അമ്മമാരെയും പറയാം. അമ്മമാരും അത്ര നിഷ്കളങ്കരല്ലല്ലോ. മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരുമുണ്ട്, മക്കളെ കൊലക്കി കൊടുക്കുന്ന അമ്മമാരും ഇന്നത്തെ കാലത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അച്ഛനമ്മമാർക്ക് എന്ത് ശിക്ഷ നൽകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ പറയുക. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും ഒക്കെ ആയിരിക്കും നമ്മുടെ ചാനലിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.